നമസ്കാരം. CPM ഇപ്പോൾ പിണറായിസത്തിലേക്ക് ചേഞ്ച് ആയതിനു ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കൊന്നാലും പണം, കൊല്ലപ്പെട്ടാലും പണം. എന്താ പറയാ, ഭണ്ഡാരപ്പെട്ടികളിലേക്ക്, തെരുവോരത്തുള്ള ഭണ്ഡാരപ്പെട്ടികളിലേക്ക് യാത്രക്കാർ വലിച്ചെറിയുന്ന നാണയത്തുട്ടുകൾ ഭിക്ഷക്കാർ പോലും എടുക്കാറില്ല, യാചകന്മാർ പോലും എടുക്കാറില്ല. പട്ടിണി കൊണ്ട് വിശന്ന വയറുള്ള ആളുകൾ പോലും ആ നാണയത്തുട്ടുകൾ എടുക്കാറില്ല. അത് പെറുക്കിയെടുത്ത് അവർ ആ ഭണ്ഡാരപ്പെട്ടിയിൽ നിക്ഷേപിക്കും. കാരണം അത് ഭഗവാന്റെ പണമാണ്. ഭഗവാന്റെ പണം യാചകന്മാർ പോലും ഭിക്ഷക്കാർ പോലും ഭഗവാന്റെ പണം എടുക്കാറില്ല. സഖാക്കന്മാർ കട്ടെടുക്കും. ഇമ്മാതിരി എന്താ പറയാ, ലജ്ജയില്ലാത്ത, കട്ടുമുടിപ്പിക്കുന്ന, കൈയിട്ട് വാരുന്ന ആ സഖാക്കന്മാർ, അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തവർ ഇപ്പോഴിതാ രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചെടുത്ത ഫണ്ട് കൂടി കട്ടെടുത്ത് പറയുമ്പോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ആ സൈൻബാരിയിലെ അമ്മയുടെ ദുരന്ത മുഖമാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, ഈ അടുത്ത ദിവസം കണ്ണൂർ ജില്ലയിലെ ഏകദേശം 50 വർഷക്കാലം CPMന്റെ സജീവ പ്രവർത്തകനായിരുന്ന, ഏറ്റവും ക്വാളിറ്റിയോടുകൂടി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പ്രവർത്തിച്ചു വന്നിരുന്ന വി കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പുറത്തായതിൻ്റെ കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. അതായത് 2021 ഒരു സംഭവമാണ്. അതായത് ഒരു CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. ധൻരാജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ, ആ വ്യക്തിയുടെ പേരിൽ പണപ്പിരിവ് നടത്തിയിരുന്നു. രക്തസാക്ഷി ഫണ്ട് വിരിച്ചിരുന്നതിനകത്ത് അവിടുത്തെ പയ്യന്നൂർ MLA ആയ TI മധുസൂദനൻ ഒരു ഭീമമായ ഫണ്ട് തട്ടിപ്പ് നടത്തി എന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ വി കുഞ്ഞിക്കണ്ണൻ അത് പാർട്ടിയിൽ ഉന്നയിക്കുകയും നിരന്തരമായിട്ട് അതിനെപ്പറ്റി ഉള്ള സത്യാവസ്ഥ പൊതുസമൂഹത്തിലും പാർട്ടിയിലും റിപ്പോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെങ്കിലും അതൊക്കെ പാർട്ടിയുടേതായ ലൈനികളെ മാറ്റിക്കൊണ്ട് പോവുകയും അത് കൃത്യമായിട്ട് പാർട്ടിയിൽ അതിന് വിശദീകരണം നൽകാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ വി കുഞ്ഞികൃഷ്ണൻ എന്ന വ്യക്തി കഴിഞ്ഞ ദിവസം പൊതു സമൂഹത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു ഇൻ്റർവ്യൂവിലൂടെ അത്തരം കാര്യങ്ങൾ വെളിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി സ്വാഭാവികമായിട്ട് നമുക്കറിയാം, അത് പാർട്ടിയുടെ ഒരു രീതി അങ്ങനെയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും അപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് പിടിച്ച് പുറത്താക്കി. ഓക്കെ, അതല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, CPM ചുരുങ്ങി പിണറായിസ്റ്റുകളുടെ മാത്രം കയ്യിൽ പാർട്ടി വന്നതോടുകൂടി യഥാർത്ഥ CPMകാരും അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരും നേതാക്കന്മാരും ഒക്കെ ആ പ്രസ്ഥാനത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒതുക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നു, അതും അല്ലെങ്കിൽ സ്വയം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് തട്ടിയെടുത്തവരൊക്കെ ഇപ്പോൾ പ്രസ്ഥാനത്തിനകത്തും അത് ചോദ്യം ചെയ്തവരൊക്കെ പ്രസ്ഥാനത്തിന് പുറത്തുമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും ഇപ്പോൾ അതിനുശേഷം ഇന്നലെ പയ്യന്നൂരൊക്കെ ഭയങ്കര ബഹളങ്ങളൊക്കെ നടന്നു. ഈ കുഞ്ഞികൃഷ്ണൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഭയങ്കര പടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ ഭയങ്കര പ്രതിഷേധ പ്രകടനങ്ങളും ഒരു വശത്ത് നടക്കുമ്പോൾ, കുഞ്ഞികൃഷ്ണൻ എന്ന ആ വ്യക്തിയെ, അങ്ങനെ സത്യസന്ധനായൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് ഈ CPMൻ്റെ അനുഭാവികൾ കുറേ പേര് അവർ പ്രകടനങ്ങളൊക്കെ നടത്തി. പക്ഷെ അവർ പ്രകടനം നടത്തിയതിനകത്ത് ഒരു സാധു മനുഷ്യൻ്റെ, അദ്ദേഹം അങ്ങനെ വലിയൊരു പാർട്ടി പ്രവർത്തകനൊന്നുമല്ല. നമുക്കറിയാം, അനുഭാവി എന്ന് പറയുന്നതും പാർട്ടി പ്രവർത്തകർ എന്ന് പറയുന്നതും രണ്ടാണ്. അതിനകത്ത് CPMൻ്റെ അനുഭാവിയായിട്ടിരുന്ന ഒരു പ്രസന്നൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിലിരുന്ന ബൈക്ക് അവിടെ എടുത്തുകൊണ്ട് വേറെ ഒരു സ്ഥലത്തേക്ക് മാറ്റിക്കൊണ്ട് വെച്ച് കത്തിച്ച് കളഞ്ഞിരിക്കും. രാത്രിയിൽ നടന്ന സംഭവമായതുകൊണ്ട് ആരും ദൃക്സാക്ഷിയില്ല. സ്വാഭാവികമായിട്ട് ആരായിരിക്കും കത്തിച്ചതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ. ഇനിയിപ്പം മുമ്പോട്ടുള്ള ഒരു കാര്യത്തിനകത്ത് ഏതായാലും 51 വെട്ട് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന ആ വ്യക്തിക്ക് ഉണ്ടാവില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുമോ? അതായത് CPMനെതിരെ
CPM-നുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ CPM-ൽ നിന്ന് എന്തെങ്കിലും ഒരു ദുഷ്പ്രചരണമോ അല്ലെങ്കിൽ അവരുടെ ദുഷ്ചെയ്തികൾ കണ്ട് മനം നൊന്ത് അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ പാർട്ടിക്ക് പുറത്ത്, ഇനി അതല്ല പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം രീതിയിലുള്ള ഇല്ലായ്മ ചെയ്ത്, അതുമല്ലെങ്കിൽ ഭ്രഷ്ട് കൽപ്പിക്കൽ, അതുമല്ലെങ്കിൽ ആ സമൂഹത്തിൽ ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു രീതി കൂടി പൊതുവെ അവർ കൊണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിനകത്ത് ഇനിയിപ്പം എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്നൊക്കെ ഇപ്പം മുൻകൂട്ടി പറയാൻ പറ്റില്ല. എന്തായാലും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പോൾ കോടാലിക്കയ്യ്, അതല്ലെങ്കിൽ കുലം കുത്തി, അല്ലെങ്കിൽ പ്രസ്ഥാനത്തെ തകർക്കാൻ നടക്കുന്ന ഒരു വ്യക്തി, ഈ രീതിയിലൊക്കെയാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും ഒന്ന് ആലോചിച്ച് നോക്കണം. 50 വർഷക്കാലം ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഈ ബി കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പയ്യന്നൂരിലെ CPM-ന്റെ ദീർഘകാല ഒരു പ്രവർത്തകനായിട്ടിരുന്ന ആ ഒരു വ്യക്തി അവിടെ നടന്ന ഒരു ഫണ്ട് തിരിമറിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു CPM-ന്റെ പ്രവർത്തകനായിരുന്ന ധൻരാജ് കൊല്ലപ്പെട്ടിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ആ വ്യക്തിയുടെ പേരിൽ രക്തസാക്ഷി ഫണ്ട് സ്വരൂപിച്ച് ഏകദേശം 1 കോടിയോളം രൂപയാണ് സ്വരൂപിച്ചതായിട്ട് പറയപ്പെടുന്നത്. അതിൻ്റെ 4/1 പോലും ആ കുടുംബത്തിന്, അതായത് ഈ രക്തസാക്ഷിയായ വ്യക്തിയുടെ കുടുംബത്തിന് കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള ഫണ്ടുകളെല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നു. ആ അടിച്ചു മാറ്റിയത് അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ചില ഉന്നത നേതാക്കളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം പ്രസ്ഥാനത്തിൽ അല്ലെ സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് ജീവത്യാഗം ചെയ്തവൻ്റെ പേരിൽ പിരിച്ചിരിക്കുന്ന ഫണ്ട് പോലും അതിൻ്റെ 3/4 ഭാഗവും അടിച്ചു മാറ്റുന്ന ഒരു സംവിധാനം. ആ അടിച്ചു മാറ്റുന്ന സംവിധാനത്തിനെ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്തവർ പ്രസ്ഥാനത്തിന് പുറത്തും, ഈ ഫണ്ട് അടിച്ചു മാറ്റിയവരൊക്കെ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തും. നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് നീയും നിന്റെ പാർട്ടിക്കാരും റെസീറ്റ് കുറ്റിയുമായി വരുമ്പോ അപ്പറിയാട്ടോ, അപ്പറിയാം. ഇവിടുത്തെ ജനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സംഭാവന പിരിക്കാം, അല്ലേ? ജനങ്ങളെ ഭീഷണിപ്പെടുത്തി കണ്ണുരുട്ടി നിങ്ങൾക്ക് സംഭാവന പിരിക്കാം. അതിന്റെ കണക്ക് ചോദിക്കുമ്പോ കണക്ക് തരാൻ സൗകര്യമില്ലാന്ന്. കേട്ടോ, എന്ത് ചെറ്റ വർത്താനാണോ ഇത്? എന്ത് ചെറ്റ വർത്തമാനമാണോ ഇത്? കെ രാകേഷേ, ഇതല്ലാതെ എങ്ങനെയാണോ ചോദിക്കുക? ഉളുപ്പുണ്ടോ? പത്രക്കാരുടെ മുമ്പിൽ നിന്ന് ഞെളിച്ച് പറയാണ്, ഞങ്ങൾ പിരിക്കും. എവിടുന്ന് പിരിക്കും? ജനങ്ങളിൽ നിന്ന് പിരിക്കും. ജനങ്ങൾ കണക്ക് ചോദിച്ചാൽ കൊടുക്കില്ല. ഞങ്ങൾ വന്ന് പിരിക്കും. ഞങ്ങൾ ഭീഷണിപ്പെടുത്തി പിരിക്കും. ഞങ്ങൾ ഗുണ്ടകളാണ്, ഞങ്ങൾ കൊലയാളികളാണ്. ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ 51 വെട്ടുവെട്ടി കൊല്ലും. TP ചന്ദ്രശേഖരനെ അറിയില്ലേ? കൃപേഷിനെ അറിയില്ലേ? ശരത്ലാലിനെ അറിയില്ലേ? എന്തോ ഭാഗ്യത്തിന് ബി കുഞ്ഞികൃഷ്ണനെ കൊന്നില്ല. ഈ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ CPM ശോഷിച്ച് പിണറായിസ്റ്റ് പ്രസ്ഥാനം മാത്രമായി മാറിയിരിക്കുന്ന CPM എന്ന ലേബലിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനത്തിന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.